ആറ് കോമ്പിനേഷനാണേ. അബദ്ധത്തിലുണ്ടായൊരു കോമ്പിനേഷൻ ആണെങ്കിൽ പോലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്, അയ്യോടെ ലൈറ്റ് കാണാനില്ല, എവിടെടാ? അതാ ഇത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. തുള്ളി കളിക്കാനല്ല വരണ്ടേ, കൂടെ കളിക്കാൻ വാ. അയ്യോ പൂങ്കരലല്ലേ തുള്ളി കളിക്കാൻ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എത്രമാത്രം കുഞ്ഞിതാവുമെന്നൊന്നും അറിയത്തില്ല. ഞാനും ആൻസൂട്ടനോട് സൺഡേ അല്ലേ, സൺഡേ എടുക്കുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ എന്നത്തെ ഡേറ്റാന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കാം. രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു വക കഴിച്ചിട്ടാണ് അല്ലേടാ. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പാല് വാങ്ങിച്ചുകൊണ്ട് വന്നേ, പിന്നെ അത് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ നല്ല ചൂട് പഴംപൊരി ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടോ, പട്ടയംകവലയിൽ നിന്നാണ് വാങ്ങിയതേ. ഞങ്ങൾ സ്ഥിരം മുതലക്കോടത്താണ് കയറുന്നത്, പക്ഷേ അത് തുറന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പട്ടയംകവലയിൽ പോയി. അപ്പോൾ അവിടെ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വരുമ്പോൾ വിശന്ന് പട്ടണി ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അന്നേരം പറഞ്ഞു ഒരു 5 മിനിറ്റ് നിൽക്കാമെങ്കിൽ നല്ല ചൂട് പഴംപൊരി ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ബൊർമയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയി അൻവർ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടാക്കിച്ചെടുത്തുകൊണ്ട് തന്നു ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. ഒരെണ്ണം അവിടെ കണ്ട്, ഒരെണ്ണം 1-2 കണ്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വിശേഷം. പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി പഴംപൊരി കഴിച്ചു കേട്ടോ. ബീഫ് കറിയും പഴംപൊരിയും അടാറ് കോമ്പിനേഷനാണേ. അബദ്ധത്തിലുണ്ടായൊരു കോമ്പിനേഷൻ ആണെങ്കിൽ പോലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇന്ന് 2 സിനിമ കണ്ടു. ഏതൊക്കെയാണ് കണ്ടേ? മലയാളം നടന്ന് കണ്ടേ? മലയാളമല്ല, സൈറൻ മൂവി. ആരുടെ ആയിരുന്നടാ? ജയൻ്റെ സൈറൻ മൂവി. ആ മറന്നുപോയല്ലോ. പിന്നെ അനാക്കോണ്ട, അത് യൂട്യൂബിലാണ് കേട്ടോ. ഇവൻ്റെ നിർബന്ധപ്രകാരം ഒരെണ്ണേ ഉള്ളോ? ഓഹോ, നല്ല തണുപ്പ്. അയ്യോടെ ഒരുമാതിരി കരഞ്ഞതുപോലെ ഇരിക്കുന്നത്. നല്ല തണുപ്പിട്ടാണ് ഇതിന്. ഒരു കുടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുടയൊക്കെ കഷ്ടത്തിച്ച് ഞങ്ങൾ നടക്കാനിറങ്ങിയതാണ് വൈകുന്നേരം. അങ്ങനെ സിനിമയൊക്കെ കണ്ടിരുന്ന മഴയായിരുന്നു ഇന്നിങ്ങോട്ട്. കുറേ നാൾ കൂടിയാണ് മഴ പെയ്യണതേ. നല്ല മഴയായിരുന്നു. ഇങ്ങ് പോരെ, രാത്രി കണ്ട മാട്ടിലൊന്നും കൈയിടാൻ പോണ്ട. ഇവിടെ അവിടെ ഒരു കാലത്തിന് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. നല്ല തണുപ്പ്. അങ്ങനെ ഞാനത് കളഞ്ഞ് കണ്ണിലൊന്നും എഴുതിയിട്ട്. അതങ്ങനെയാണ്, എനിക്കറിയത്തില്ല. അത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന സാധനം, പേരൊന്നും അറിയത്തില്ല. ഞങ്ങൾ മഴത്തുള്ളി എന്നൊക്കെ പറയുമായിരുന്നു. പനിനീര് മഴത്തുള്ളി എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആൻസൂട്ടനോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞേ വരുവാണെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. ആൻസൂട്ടൻ എന്ത് വാങ്ങിയാലും 2 എണ്ണം വാങ്ങും. ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ടാണ്. ആൻസൂട്ടന് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ട്. ആ മുഖം ഒന്ന് കാണിച്ചേ. അപ്പം ഞാൻ ചോദിച്ചു വരെ മിഠായിയൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. 2 മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് നടക്കുകയാണ്. കയ്യിൽ കുടയുണ്ട് കേട്ടോ. ആൻസൂട്ടൻ്റെ കുഞ്ഞു കുടയാണ് കേട്ടോ. ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സന്ധ്യയായേ, കാണിച്ചു തരാം. എൻ്റെ അരിയ പൂച്ച കുഞ്ഞ് ഓടിപ്പാഞ്ഞു വരുന്നു. ഇതാ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്, അയ്യോടെ ലൈറ്റ് കാണാനില്ല, എവിടെടാ? അതാ ഇത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടേ. എങ്ങോട്ട്? ആകാശമാണോ? അങ്ങനെ നമ്മൾ ഈ കുടയും കൂടെ പിടിക്കാൻ എനിക്ക് മൊബൈലും പിടിച്ച് കുടയൊക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താങ്ക് യു. ആളുകളൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു. ഞാനിങ്ങനെ മൊബൈലൊക്കെ പിടിച്ചേക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ മൊബൈലിൽ ഇത്ര നേരം വെട്ടം തെളിഞ്ഞെന്ന്, ബാക്ക് ക്യാമറയുടെ ലൈറ്റ് തെളിഞ്ഞെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ വീഡിയോ പിടിക്കുകയാണെന്ന് കേട്ടോ. അതാരടാ പോയ കൊച്ച? നീ അറിയോ? അപ്പോൾ അതാ നേരമൊക്കെ ഇരുണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നപ്പോൾ എന്താ അത് മറ്റേ സോനാപ്പാപ്പൊടി ഇപ്പം വേണ്ട, വീട്ടിൽ ചെല്ലട്ടടാ. അവൻ എന്തൊരു പൊട്ടനാ.
പൊട്ടനായിരുന്നു നീ പോയ. അപ്പോൾ ദാ ഇവിടെയൊക്കെ നേരെ ഇരുണ്ട്. എൻ്റെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി കൊണ്ടാണിപ്പം ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ ലൈറ്റ്. പക്ഷേ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ഡ്രസ്ഡ് പിന്നെ വെളിയിലൊക്കെ കൊണ്ടാണ് ചെരുപ്പൊക്കെ ഇട്ടപ്പം അമ്മച്ചി എന്നോട് ചോദിച്ചു എവിടെ പോവാടിയെന്ന് ചോദിച്ചു. അമ്മച്ചിക്ക് മനസ്സിലായി നടക്കാൻ പോവുക മാത്രമല്ല എന്ന്. അമ്മമാർക്കല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പിടിപിടാമെന്ന് മനസ്സിലാകൂലടാ. ഈ വീട്ടിലോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നേ. അപ്പോൾ അവിടുത്തെ ചേച്ചിയൊക്കെ അകത്തായിരിക്കും. അവർ പ്രാർത്ഥനയൊക്കെ തുടങ്ങി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ സെറ്റാണ്. പിന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരാധനയുടെ സമയമായതുകൊണ്ട് പാട്ടൊക്കെ നിർത്തി, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വന്നേനെ. നല്ല ഡാൻസ് കൂട്ടാ. യെസ് യാ വാ ഇങ്ങോട്ട്, ഇവിടെ നിൽക്കടാ. അപ്പോൾ ഞങ്ങൾ ഇങ്ങ് വരുന്ന വഴിക്ക് ഞങ്ങൾ 2 ഫോട്ടോയൊക്കെ എടുത്തു. ആൻസൂട്ടൻ എനിക്കൊരു ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. നേരെ റോട്ടിൽ കൂടെ പോകണോ അതോ അല്ല? നമുക്ക് എളുപ്പം ഇതിലങ്ങ് പോകുമായിരുന്നു. വേണ്ട, ഞാൻ ഇതിലേ പോണേ. നിന്നെ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. എന്നും വരുമ്പോൾ ഈ വീടിൻ്റെ ഗേറ്റ് കടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് കിടക്കുന്നു. ഞാനിതിലേടെ വെച്ചാൽ പോണേ. അതിൽ പോകുന്നില്ല, ഇതിൽ തന്നെ പോകുന്നത്. ഇതിലിങ്ങനെ പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വീട്ടിൽ വരാനുള്ള വഴി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുള്ളി കളിക്കാനല്ല വരണ്ട, കൂടെ കളിക്കാൻ വാ. ഇവിടെ വന്ന് നിൽക്കടാ. ഞങ്ങൾക്ക് വരി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ട്യൂണിനനുസരിച്ച് വരി ഉണ്ടാക്കി പാടുന്നതായിരിക്കും. നന്നായിട്ട് നേരെ ഉണ്ട് കേട്ടോ. പിന്നെ എന്നിട്ടാണ് എനിക്ക് വട്ടാൻ നോർക്കാൻ. കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു. ഇപ്പം ചെന്ന് വീണാനെ കുഞ്ഞിപ്പുഴു സൂര്യ നമസ്കാരം ചെയ്താനെ. മുമ്പിൽ പല്ല് മൊത്തം കുഞ്ഞിപ്പുഴുവിൻ്റെ പല്ല്. ഇതേ അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ സൈലൻ്റ് ആണ് കേട്ടോടാ. കാല് പൊക്കി മിണ്ടരുത് കേട്ടോ. അവിടെ ആരാധന നടക്കുക. പിന്നെ ആരാധന അല്ലല്ലോ, അമ്പലത്തിലെ പൂജ. അപ്പോൾ വൈകിട്ട് ദീപാരാധന തൊഴാനായിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മഴയാണെങ്കിലും ഇവിടെ ഒരുപാട് ഭക്തന്മാരൊക്കെ വരുന്നതാണ്. ഇത് അപ്പടി ഇത് കണ്ടോ, ചെളിയാണ്. ഞാൻ രാവിലെ ഇതിലേ പോകുന്നത്. ഒരു ദിവസം ഞാൻ ചെളിക്കകത്ത് ചാടി. പിന്നെ കുടിക്കാൻ കൊണ്ടുവന്ന് വെള്ളം എടുത്ത് കാല് കഴുകി. എന്നിട്ട് ഞാനങ്ങ് പോയി. വേറെ ഒരു നിവൃത്തിയിലായിരുന്നു. ഇവിടെ പിന്നെ കടവൊന്നും ഇല്ലാത്തത് കൊണ്ടേ വെള്ളമൊക്കെ കണ്ട് ഇത്രയും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ. വീഡിയോ പിടിച്ചാൽ വീഡിയോ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദേ തോട്ടിൽ കിടക്കും. അറിയാവോ നിനക്ക്? ചളി ചാടിയോടാ? ആരും അറിഞ്ഞു? ഈ സൈഡിക്കടാ. അതിലും മുട്ടയിലും ചെളിയാ. മണ്ണ് റോഡ് വേനൽക്കാലത്ത് കാണാൻ ഭംഗിയാണെങ്കിലും മഴക്കാലത്ത് അത്ര ഭംഗിയൊന്നുമില്ല അതിലെ യാത്ര. ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന തിരുമേനി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. തിരുമേനിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അനീശ്വരൻ വ്ളോഗ് എന്നും പറഞ്ഞു. ആരാ പറഞ്ഞേ? ഞാൻ കണ്ടില്ലല്ലോ. നീ എന്നോട് പറഞ്ഞു. പോന്നു, നീ അങ്ങ് പോ. ഇവിടെയൊക്കെ ശരിക്കും നേരെ ഉണ്ടല്ലോ. നിന്റെ കൂടിയെന്ന് കേൾക്കണതോ? നീ പോടാ, നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. പിന്നെ ആരും പറഞ്ഞു ഒച്ച പറഞ്ഞു. നീ ആ കൂട് കീറിട്ടാടാ. പൊട്ടിയാ നിന്റെ ജ്യൂസൊക്കെ നിലത്ത് കിടക്കും. അത്രേ ഉള്ളു.
അത് പഴയ പൂവാടാ. ഞങ്ങളുടെ റോഡ് കിടക്കുന്നതാണ്ടാ. ഇതിനെയൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നും. കൂടെ പൊട്ടിച്ചേക്കരുത് കൂട്ടാടാ ആൻസേ. നീ കടിച്ചു പൊട്ടിക്കണേ ഞാൻ കണ്ടതാ. നീ എന്ത് പണിയാണ് കാണിച്ചേ? ആ കൂടെ എനിക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാമായിരുന്നു. ഇവനെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഇനി അത് 10 ആട്ടുകണി ആട്ടെ, അപ്പോൾ പൊട്ടി താഴേക്ക് കിടന്നു. ഇതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഒന്നും വാങ്ങിച്ച. ഇതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഒന്നും തരില്ല. കറണ്ടില്ലെങ്കിൽ കണക്കായിപ്പോയി. നല്ല രസമായിരിക്കും. ഇവിടെ കറണ്ടില്ലെന്ന് തോന്നുന്നോടാ. അവിടെ നിന്ന് വിട്ടാ ഉണ്ട്. ട്യൂബ് ലൈറ്റാ. നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടടാ. ട്യൂബ് ലൈറ്റ് തന്നെ കറണ്ട് വേണ്ടേ? ആ പിന്നെ നിങ്ങളുടെ അറിയാതൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ നല്ല രീതിയിൽ നേരം ഇരുണ്ടിട്ടുണ്ട്. രാവിലെ 7 മണിക്കാ കറണ്ട് പോകണമെങ്കിൽ അത് 12 മണി വരെ തുടങ്ങി കേട്ടാ. അപ്പതാ ഓടാ. ആ പിന്നെ ഓടും. അപ്പോൾ ബാസ്കിമോൻ ഇതിനു മുമ്പ് ഒന്ന് ചാടി ഇറങ്ങി ഓടിയായിരുന്നേ. ബാസ്കിമോനെ നമ്മൾ പിടിച്ചുകൊണ്ട് ബാസ്കിമോൻ അങ്ങ് റോഡിൻ്റെ അങ്ങോട്ട് പോയിട്ട് അപ്പിയിട്ടു. അപ്പിക്കുട്ടൻ വിഷം കൂട്ടാൻ മാത്രം. എടാ അങ്ങനെ കാണിക്കില്ലടാ, എനിക്ക് രാവിലെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ നീ രാവിലെ എഴുന്നേക്കൂലല്ലോ. ആ ഞാൻ പിടിക്കണ എന്തിനാ? ആ കയറ്റി വെച്ചിട്ട് വന്നായിരുന്നു. ഇതാ ഇതെന്തുവാടാ ഇത്? തുറന്നിട്ട് പോവാ അതില. അങ്ങനെ ഞങ്ങളുടെ ആ കൂടിൻ്റെ അവസ്ഥ ഇതുപോലെ ആക്കി ചേർക്കാൻ. കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാണ്. തുറക്കടാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാസ്കിമോൻ പറന്നു വന്നിട്ടുണ്ട്. കൊണ്ടുവന്നത് എന്നാന്നൊക്കെ വീട്ടിലെ കാരണവർ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. ഒന്നുമില്ല ബാസ്കിമോനെ, ഈ ചീത്തായിക്ക് തിന്നാനുള്ള അല്ല കുടിക്കാനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തത്. എടാ എവിടെയാടാ എൻ്റെ മൊബൈൽ സ്റ്റിക്ക്? അനുസരിച്ച് ഇതൊക്കെ തിന്ന് കാണിക്കണമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതാ പൊതിയും വിട്ടുണ്ട്. അവന് മിഠായി ഒന്നും കൊടുത്തേക്കരുത്, കാരണം മധുരം ഒന്നും കൊടുക്കരുത്. ഉള്ള രോഗം കൂടെ പൊടിയും. എടാ അത് എന്നെ എടുത്തേന്ന് കാണിച്ചതാ. ഇതേ ഈ സാധനമാണ് കേട്ടോ. തലഞ്ഞു. ഇതേതാ ഫ്ലേവറ്? ഏതാണ്? വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ആവി എടുത്തു. ഇതാ ഒരു ഡാർക്ക് ഫാൻറ്റസി ബീൻസ് മിഠായി. ഇതിൻ്റെ പേര് ബീൻസ് മിഠായി എന്നല്ല, എന്തുവായിരുന്നു? ബീൻസ് ചോക്ലേറ്റ് അല്ല, ബീൻസ് പാപ്പുടി. ആ പട്ടി അമ്മച്ചോട് അത് പറഞ്ഞു. അവരെ അതൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തന്നില്ല. ഇതേ ചെന്ന് പരാതി പറയുന്നു. പിന്നെ ഇതേ എന്നെ പുറകെ മുട്ട എടുത്തു കൊടുത്തേ. അമ്മച്ചിയുടെ കൂടെ അമ്മച്ച അടുക്കള പുറകെ വെച്ച് പിടിക്കണ്ട്. ഞാൻ കഞ്ഞി കുടിക്കാൻ പോകും, എനിക്ക് വിശക്കുവാ. ഇതെന്നാടാ ഇത്? ഇത് ഞാൻ അപ്പുറേന്ന് വാങ്ങിയതാണല്ലോ. ആ പിന്നെ ഞാൻ 2 പാക്കറ്റ് കടുകുണ്ടായിരുന്നല്ലോടാ. ആ കടുക് രാവിലെ വള്ളിപ്പറപ്പ് പ്രദേശത്ത് നിന്ന് വാങ്ങിച്ചത്. അവിടെ എല്ലാം കിട്ടൂട്ടെ. പൊട്ടിച്ചാ ഞാൻ എങ്ങനെ പൊട്ടിക്കാനാ? എനിക്ക് സോനാ പാപ്പൊടിയൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. നേരൊന്നോ സോനാപ്പാപ്പൊടി വേണം തിന്നാൻ. അമ്മക്ക് കപ്പവാട്ടിയത് എടുത്ത് തിന്നു. ഇതേ വായിലേക്ക് നോക്കി പട്ടി നിൽക്കാം. ഇതേ കുറവ് വേണം. പോയേനെ എല്ലാം കൂടെ. ഇവനെന്നാ അമ്മച്ചിയുടെ കൂടെ നിൽക്കണം.
മണത്തിലോ നിൽക്കണം. മീൻ്റെ മണം കിട്ടി കാണും. എന്നെ പാപ്പിടിയാണെങ്കിൽ നല്ല നല്ലോണം. നീ എന്നെ ഇങ്ങനെ തീറ്റി പഠിപ്പിക്കരുത് കേട്ടോ, പിന്നെ നിനക്കൊന്നും കിട്ടൂല. സൂപ്പറായിരുന്നു. എല്ലാ പാപ്പടിയും തീർന്നപ്പോഴാണ് തിരിച്ചു പോണേ. ഇതവൻ്റെ വാല് പോലെ ഉണ്ടല്ലേ നമ്മളിപ്പോൾ തിന്ന സാധനം. മാക്കോ ബാസ്കോ വന്നേ. ആ വെള്ളത്തിന് എന്നാ കയ്യിലുണ്ട് ആ കുട്ടി? ചുമ്മാ ജ്യൂസല്ല സോഡ. ഞാൻ അത് തിന്നിട്ട് ആക്കിക്ക് ബാക്കി കലറിറങ്ങണം. ഇതെനിക്കാണോ? നല്ല മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്നതും തണുപ്പ് ജ്യൂസ് കുടിക്കുന്നതും ഞങ്ങൾ മാത്രമായിരിക്കും. ഇട്ടട മാക്കോ അമ്മടി ചുന്ദരിയേ. ബാസ്കുവിന് കേക്ക് കൊടുക്കുമ്പോഴും ഐസ്ക്രീം കൊടുക്കുമ്പോഴൊക്കെ ബാസ്കുവിന് ഇതിനകത്ത് കിടപ്പുണ്ട്. ബാസ്കുവിന് ഇതൊന്നും കൊടുക്കല്ലേ. നിന്റെ ഡാർക്ക് ബ്ലൂ അല്ലേ? നിന്റെ ഡാർക്ക് ബ്ലൂ ഇവന്റെ നിന്റെ ഉടുപ്പിന്റെ. അതുകൊണ്ട് എൻ്റെ വാക്കുവിന് സത്യത്തിൽ ഒന്നും തിന്നാൻ പറ്റൂല. കേക്കും തിന്നാൻ പറ്റൂല, മധുരവും തിന്നാൻ പറ്റൂല, ഒന്നും തിന്നാൻ പറ്റില്ല. ചുമ്മാ ഇറച്ചി വേവിച്ച് പച്ചക്ക് തിന്നണം, ഉപ്പ് പോലും ഇടാതെ. ഒരു രുചിയുള്ള ഒന്നും തിന്നാൻ പറ്റൂല. എന്തോ അവാക്കുവാൻ എങ്ങനെയൊക്കെ. പട്ടിയായിട്ട് ജനിച്ചാൽ ഭയങ്കര പാടാ. അത് കേട്ടപ്പോൾ അവൻ പോയി കിടക്കാൻ. എന്നാലും എൻ്റെ പോകാൻ മനസ്സ് തോന്നുന്നില്ല. വാലാട്ടി നിൽക്കുക. വാലം നാട്ടിക്കേ ബാസ്കോ. വാലം നാട്ടിക്കേ. വാലാട്ടറാ, വാലാട്ടിക്കടാ. അതാണ് നിന്റെ ഹൈലൈറ്റ്. ജ്യൂസ് സോഡയാണ്. ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് അത് കാണിച്ചില്ലല്ലോ. ഇവിടെ കുറേ രണ്ട് മടിക്കൽ നിൽക്കണം. ഇവിടെ കുറച്ച് ആളായിട്ട് ഇവിടെ മൈലാഞ്ചി ഇരിക്കുമായിരുന്നേ. ഇട്ട് ചളമായി കുളമായി. അയ്യോ ഇങ്ങനെയൊന്നും കാണാൻ പറ്റണില്ല. ബാക്ക് ക്യാമറ ഇടാം. അപ്പോൾ അതാ ഈ ചുരിദാറിൻ്റെ ഡിസൈൻ എങ്ങാനും ഇട്ടാൽ മതിയായിരുന്നു. കളറൊന്നും വന്നില്ല കേട്ടോ. നാളത്തേക്കാണെങ്കിൽ ചിലപ്പോൾ വായേക്കുമായിരിക്കും. കുറേ നാളായിട്ടിരുന്ന കേട്ടോ. പിന്നെ ഇത് കളയണ്ടല്ലോ, 10 രൂപയാണല്ലോ എന്ന് കരുതി അങ്ങ് ഇട്ടതാണ്. പക്ഷെ മൊത്തം ചളമായി കുളമായി. കാരണം ഞാൻ കട്ടിലേലിരുന്ന മൈലാഞ്ചി ഇടാനിരുന്നത്. നല്ല രീതിയിൽ ഇടുന്ന ഞാൻ. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഇടുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഇടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബാസ്ക്യോ ഈ ആൻസും കൂടെ കൂടിയിട്ട് മനുഷ്യനെ മൊത്തത്തിൽ ഇടങ്ങേറാക്കി കളഞ്ഞെന്നേ. അവിടെ ഇരുന്ന് തുള്ളി കളിച്ച് ചാടി മറിഞ്ഞ് അത് ഭയങ്കര മൊത്തത്തിൽ കുളമാക്കി അലമ്പാക്കി എനിക്ക് കൈ തന്നിട്ട് ഇവൻ്റെ പേർക്ക് പറയാ അടിച്ച് കയറി വാ എന്ന്. എന്തുവാ ചെയ്യണ്ടേന്ന് പറ. ഇവനെ എന്തുവാ നമുക്ക് ചെയ്യണ്ടേ നിങ്ങൾ പറ. ഇവനെ എന്ത് ചെയ്യണം? നിന്നെ വീഗാലാൻഡിലല്ലടാ കൊണ്ടുപോണ്ടത്, വണ്ടർലായിലാണ് കൊണ്ടുപോണ്ടേ. എൻ്റെ ജ്യൂസ് മറിച്ച ചെറുക്കാ നീ തല്ലു വാങ്ങും. ഒരിക്കലും സോനാപ്പാപ്പടിയുടെ കവർ എടുത്ത് കൊതിയും ഇട്ടുകൊണ്ടിരിക്കുക. തിന്നാനും പറ്റൂല. എന്തോ ചെയ്യാന്ന് പറ. കോട്ടൊക്കെ ഊരി പോയാൽ പിന്നെ എന്തോ ചെയ്യും? കൊതു കുത്തി കിടക്കുന്നു, ദാ കിടക്കുന്നു, മുതല കിടക്കുന്നു. എൻ്റെ പൊന്നോ ഇത്തോണ്ട് നോക്കാട്ടെ ഇച്ചിരി നേരം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. നമ്മൾ ചുമ്മാ വെറുതെ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആപ്പിളാണോ പൈനാപ്പിളാണോ ഇഷ്ടം? പിന്നെ വലിയ ആർട്ടിഫിഷ്യൽ അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് സീസണായിട്ട് ഇഷ്ടം. ഇപ്പൊ എനിക്കിപ്പോ ചുവന്ന പേരയ്ക്ക. അധികം മൂക്കാത്ത, അധികം പഴുക്കാത്ത, കടിക്കുമ്പോ കടുകിടുന്ന നിങ്ങളുടെ ചുമല പേരയ്ക്ക. അതാണ് എനിക്കിഷ്ടം. അതെ സത്യമായിട്ട് പേരയ്ക്ക. നിങ്ങൾക്ക് സ്ട്രോബെറി ആണോ പേരയ്ക്ക ആണോ കമന്റ് ചെയ്യുക. അപ്പോൾ വലിയ ആർട്ടിഫിഷ്യലായിട്ടൊന്നും അങ്ങനെയൊന്നും എടുക്കാനും നമുക്കറിയത്തില്ല. നമ്മൾ ഇതുപോലെയൊക്കെ അങ്ങ് വീഡിയോ ഒക്കെ എടുത്തു പോകുന്നു. അതിഷ്ടപ്പെട്ട് കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെന്നറിയാം. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ ശേഷം വീഡിയോ